ഇന്നലെ രാത്രി സമയം ഏകദേശം 8 മണിയായിട്ടുണ്ടാകും. ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള ഊർജിതമായ തെരച്ചിൽ പല ഭാഗങ്ങളിലായി പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തുന്നതിനിടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന പോത്തുണ്ടി മേഖലയിൽ നിന്നും 2 കിലോമീറ്റർ അപ്പുറത്തുള്ള മാട്ടായി പ്രദേശത്ത് വെച്ച് ചെന്താമരയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. ഇതോടെ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസും നാട്ടുകാരും കാടിളക്കിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. 1.5 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയെങ്കിലും ചെന്താമരയുടെ ഒരു തുമ്പും കണ്ടെത്താൻ സാധിക്കുന്നില്ല. സമയം രാത്രി ഏകദേശം 10 മണിയായിട്ടുണ്ടാകും. വിശപ്പ് സഹിക്കവയ്യാതെ കാടിറങ്ങിയ ചെന്താമര പോലീസിന്റെ പിടിയിലാകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ചെന്താമരയുടെ വീട് സ്ഥിതി ചെയ്യുന്ന താഴ്ഭാഗത്തുള്ള ഈ നെൽപ്പാടത്തിന് മധ്യഭാഗത്ത് വെച്ചാണ്. പോലീസിന്റെയും നാട്ടുകാരുടെയും തിരച്ചിലേറെക്കുറെ അവസാനിച്ചെന്ന് മനസ്സിലാക്കിയ ചെന്താമര നെൽപ്പാടത്തിന് മധ്യഭാഗത്തു കൂടി പതിയെ നടന്നു വരുന്ന കാഴ്ചയാണ് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നത്. ചെന്താമരയുടെ വീടിന് മുൻപിൽ കാവലിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയുടെ അടുത്തേക്ക് ഓടിയെത്തി അയാളെ പിടികൂടുകയായിരുന്നു. രണ്ടു ദിവസത്തിലധികം ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ ചെന്താമരയ്ക്ക് സാധിക്കില്ലെന്ന് സഹോദരൻ രാധാകൃഷ്ണൻ പോലീസിന് മൊഴിയായി നൽകിയിരുന്നു. അതനുസരിച്ച് ചെന്താമരയുടെ തറവാട്ട് വീട്ടിലേക്ക് രാധാകൃഷ്ണനെ അയച്ചുകൊണ്ട് തൊട്ടപ്പുറത്തെ മേഖലകളിൽ അതീവ രഹസ്യമായി പോലീസ് നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി എനിക്ക് പിൻഭാഗത്ത് കാണുന്ന ബോയൻ നഗറിലെ ചെന്താമരയുടെ സ്വന്തം വീട്ടിലേക്ക് അയാളെത്തുന്നത്. ഇവിടെ എത്തി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണത്തിനാവശ്യമായ വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് ഉൾവനത്തിലേക്ക് കടന്നു കളയാനായിരുന്നു ചെന്താമരയുടെ പദ്ധതി. പക്ഷേ വീടിന് മുൻപിൽ പോലീസ് ഉദ്യോഗസ്ഥർ കാവലിലുണ്ടായിരുന്നെന്ന കാര്യം ചെന്താമര അറിയാൻ വൈകിയതാണ് അയാൾ പോലീസ് വലയിലാകാൻ പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. വനത്തിനുള്ളിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ചെന്താമര പക്ഷേ അതിവിദഗ്ധമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ തന്നെ അതിവിദഗ്ധമായി കബളിപ്പിച്ച് വനത്തിനുള്ളിൽ മുങ്ങി നടക്കുകയായിരുന്ന ചെന്താമര പക്ഷേ ഏറ്റവും ഒടുവിൽ വിശപ്പിന് മുൻപിൽ പരാജയപ്പെട്ടതോടെയാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ബോയൻ നഗറിലെ വീട്ടിൽ നിന്നും നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്താമരയെ കൊണ്ടുപോയ കാഴ്ചയൊക്കെ തന്നെ അതിനാടകീയം തന്നെയായിരുന്നു. നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലീസ് വാഹനത്തിൽ നിന്നും മറ്റൊരു സ്വകാര്യ വാഹനത്തിലേക്ക് മാറ്റിയാണ് പ്രതിയെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് ഉള്ളിലേക്ക് ഉദ്യോഗസ്ഥർ കയറ്റുന്നത്. യാതൊരു കൂസലുമില്ലാതെ മുണ്ടും നീല ഷർട്ടും ധരിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയ ചെന്താമരയെ ഞെട്ടലോടെയാണ് കേരളം കണ്ടത്. കടുത്ത അന്ധവിശ്വാസങ്ങൾ തന്നെയാണ് ചെന്താമരയെ ഈ കൊലപാതകങ്ങളിലേക്ക് നയിച്ചതെന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. 3 പേരെ കൊന്നാലും 35 പേരെ കൊന്നാലും പോകേണ്ടത് ഒരേ ജയിലിലേക്ക് തന്നെയല്ലെന്ന് ചെന്താമര ബന്ധുക്കളോട് പറയാറുണ്ടായിരുന്നു. 35 മണിക്കൂറിന് ശേഷം അഴിക്കുള്ളിലായ ചെന്താമരയുടെ മുഖത്ത് കണ്ടതും സമാനമായ രീതിയിലുള്ള കുറ്റബോധമില്ലാത്ത ഭാവങ്ങൾ തന്നെ. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കരുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ പാലക്കാട്.